ശശി തരൂർ എന്ത് സാഹചര്യത്തിന്റെ പുറത്ത്, എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല. നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും റാങ്ക് ചെയ്തതാണ്. അതിൽ നമ്മൾ നല്ലോണം പുറകെയായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കണം. അതിന് വലിയ കാരണം ഉണ്ടാവട്ടെ. ഇതും നമ്മുടെ CPM സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ, ഇതൊരു നാഷണൽ റാങ്കിങ്ങാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാവം നടിക്കാൻ സാധിക്കില്ല. ഹായ്, ഇത് നമ്മളെ ശശി തരൂർ എന്തോ ഒരു നോവൽ വായിച്ചിട്ട് വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരെയും സ്വന്തം പാർട്ടിനെയും ഊക്കാൻ നടക്കുന്ന ചങ്ങായി. ഈ ചങ്ങായിക്ക് ഇലക്ഷൻ ആകുമ്പോൾ ഒരു സൂക്കട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വരുമോ? ഇവന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ കോൺഗ്രസ് ഇനി ഭരിക്കരുത് എന്നൊരു ലക്ഷ്യമുള്ളൂ. ഇയാൾക്കൊക്കെ വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരോട് പുച്ഛം മാത്രം. ഞാൻ ചെയ്യൂല ചങ്ങായി, എത്ര വലിയ കൊമ്പനായാലും. ഇലക്ഷൻ സമയത്ത് ഇതിന്റെ മുന്നേ ഉണ്ട് ഇങ്ങനത്തെ ഒരു പ്രസ്താവനയായിട്ട് വരുന്നത്. ഇപ്പൊ വലിയ കവിതയും ഇതൊക്കെ വായിക്കണോനാ. എടാ ചങ്ങായി, പട്ടിണിയും ദാരിദ്ര്യം എന്താണെന്ന് അറിയണം. പട്ടിണിയും ദാരിദ്ര്യം കടന്നവനാണ് കേരളത്തിലെ സ്ഥിതി എന്താന്ന് മനസ്സിലാവുള്ളൂ. കുറെ റോഡുണ്ട്, പാലുണ്ട്. അതിപ്പോ 10 കൊല്ലാനായില്ലേ. അതേത് സർക്കാരായാലും ചെയ്യും. പാവപ്പെട്ട ജനങ്ങൾ അത്രയും അടങ്ങാറാകുക. പിന്നെ കേരളം നമ്പർ 1 നമ്പർ 1 ചിലക്കുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ പല രാജ്യത്തും പോയിട്ട് പല തൊഴിലും ചെയ്തിട്ട് കേരളത്തിന് എങ്ങനെ നിലനിർത്തി കൊണ്ടെടുക്കുന്നത്. അല്ല, കേരളത്തിലെ ജനങ്ങളെ മോശം പറയല്ലോ കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇന്നും നമ്മളെ കേരളം വല്ലാത്ത പട്ടികയിലാണ് ഇങ്ങനെ മുന്നോട്ട് പോണത്. ഈ കേരളത്തിലെ മന്ത്രിമാരും നേതാക്കന്മാരും ദൂർത്തടിക്കണോ? അല്ലാണ്ട് എൻ്റെ ഒരു കവിതയോ ഒലക്കി ഇയാളെ കുറെ ഇതിന്റെ മുന്നേ ഇയാൾ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം. ഇയാളൊക്കെ കോൺഗ്രസ് ഒഴിവാക്കി ഏതെങ്കിലും പാർട്ടി പോയി ചാട്ട. ഇയാളൊക്കെ വെറുത്തിട്ട മനുഷ്യൻ അല്ല. എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? പട്ടിണിയും ദാരിദ്ര്യം എന്താ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഓൾക്ക് കേരളം നമ്പർ 1 ലോകം മൊത്തം നമ്പർ 1. ഇതിന്റെയൊക്കെ അവസ്ഥ പാവപ്പെട്ടവന്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കി, അപ്പൊ മനസ്സിലാവും.